Hi all, this is Rekha Nair. I welcome you all to my channel, The English Forum. Today, I'll be dealing with the song Wasteland of the Free, written by Iris Dement. Iris Dement is an American singer, lyricist, and musician. T.S. Eliotന്റെ വേസ്റ്റ്ലാൻഡ് ആയിട്ട് ആർക്കും കൺഫ്യൂഷൻ ആവരുത്, അതൊരു പോമാണ് ആൻഡ് ദിസ് ഇസ് എ സോങ്. ഇത് ആക്ച്വലി സെക്കൻഡ് സെമിസ്റ്റർ BCom BBA കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കാരുടെ സിലബസിലുള്ള ഒരു സോങ് ആണ്. നമുക്കിതൊരു പോം പഠിക്കണ പോലെ പഠിക്കാം. ഓക്കെ. Living in the wasteland of the free, we got preachers dealing in politics and diamond mines, and their speech is growing increasingly unkind. They say they are Christ disciples, but they don't look like Jesus to me, and it feels like I am living in the wasteland of the free. ഞാൻ ജീവിക്കുന്നത് ഫ്രീ ആയിട്ടുള്ള ആളുകളുടെ വേസ്റ്റ്ലാൻഡിലാണ്. നമുക്ക് പറയാം, നമ്മൾ ഈ അമേരിക്കനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് പെട്ടെന്ന് വരുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താ? ഫ്രീഡം ആണ്, അല്ലേ? അപ്പോൾ ഈ മ്യൂസീഷ്യൻ ഒരു ലേഡിയാണ്, ഐറിസ് ഡിമെന്റ് എന്ന് പറയുന്ന സിംഗർ. ആള് പറയാണ്, ഞാൻ ജീവിക്കുന്നത് ഫ്രീ ആയിട്ടുള്ള ഫ്രീഡമുള്ള വേസ്റ്റ്ലാൻഡിലാണ്. That itself is an irony, right? We got preachers dealing in politics and diamond mines. അല്ലേ? നമുക്ക് ഒരുപാട് പ്രീച്ചേഴ്സ് ഉണ്ട്. പ്രീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദൈവകാര്യങ്ങളൊക്കെ ഇങ്ങനെ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന ആളുകൾ, അല്ലേ? ബട്ട് ദേ ഡീൽ ഇൻ പൊളിറ്റിക്സ്. അവർ പൊളിറ്റിക്സ് ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ആൻഡ് ഡയമണ്ട് മൈൻസ്, അല്ലേ? അതായത് ഓൾ ദീസ് പീപ്പിൾ ആർ ബിഹൈൻഡ് മണി. അവർ യഥാർത്ഥ വിശ്വാസികളല്ല എന്നാണ് പറയുന്നത്. ആൻഡ് ദെയർ സ്പീച്ച് ഇസ് ഗ്രോയിങ് ഇൻക്രീസിംഗ്ലി അൺകൈൻഡ്, അല്ലേ? നമുക്കറിയാം, ഇങ്ങനെയുള്ള ആളുകളൊക്കെ സാധാരണ ഈ ദൈവ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകളൊക്കെ സാധാരണ നല്ല ആളുകളായിരിക്കും, അല്ലേ? ഭയങ്കര സ്നേഹവും മറ്റുള്ളവരോടൊരു കരുണ, അല്ലേ, കൈൻഡ്നെസ് ഒക്കെ കാണിക്കുന്ന ആളുകളായിരിക്കും. പക്ഷേ ഇവരെന്താ പറയുന്നത്? ഇവിടെ പ്രീച്ചേഴ്സൊക്കെ ഉണ്ട്, പക്ഷേ അവർ പൊളിറ്റിക്സ് ആയിട്ട് നടക്കുകയാണ്, അവർ പൈസയുടെ പുറകെയാണ്, അല്ലേ? ആൻഡ് they are not kind as they are supposed to be, അല്ലേ? They say they are Christ disciples, but they don't look like Jesus to me, അല്ലേ? അതായത് അവർ പറയുന്നത് അവർ ക്രൈസ്റ്റിന്റെ ഡിസൈപ്പിൾസ് ആണ്, ദൈവത്തിന്റെ യേശുക്രിസ്തുവിന്റെ ഫോളോവേഴ്സ് ആണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ എനിക്ക് അവരെ കാണുമ്പോൾ ജീസസിനെ പോലെയൊന്നും തോന്നണില്ല പറയാണ്. അതായത് നമുക്കറിയാം, നമ്മൾ ഈ ശരിക്കും ഈ സന്യാസ ജീവിതമൊക്കെ നയിക്കുന്ന ആളുകൾ, അതിപ്പോൾ ഏത് മതത്തിലോ ഏത് റിലീജിയനിൽ പെട്ടിട്ടുള്ള ആളുകളായിക്കോട്ടെ, ശരിക്കും ഈ സന്യാസ ജീവിതമൊക്കെ നയിക്കുന്ന ആളുകളുടെ മുഖത്തൊരു ചൈതന്യം കാണും, ഒരു ഗോഡ്ലി, ഒരു ഡിവൈൻ ലുക്ക് കാണും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രവൃത്തികൾ സാധാരണ വളരെ നല്ല പ്രവൃത്തികളായിരിക്കും, ആൾക്കാരെ സഹായിച്ചിട്ടും അങ്ങനെയുള്ള പ്രവൃത്തികളായിരിക്കും. അതുപോലെ തന്നെ അവരുടെ പ്രാർത്ഥന കൂടുതലായിരിക്കും. അപ്പം അങ്ങനെയുള്ള ഒരു മുഖത്ത് സാധാരണഗതിയിൽ ഒരു ചൈതന്യം കാണും. പക്ഷേ ഈ പ്രീച്ചേഴ്സിനൊന്നും കാണുമ്പോൾ എനിക്ക് അങ്ങനെ ദൈവത്തിന് ഓർമ്മ വരണില്ല എന്നാണ് പറയുന്നത്. വൈ? ബിക്കോസ് ഇവരൊക്കെ ഫേക്കാണ്. ഇവരൊക്കെ all these people are behind money. They are obsessed with money. അതുകൊണ്ടാണ് ആ ദൈവ ചൈതന്യം ഇല്ലാത്തത്. മനസ്സിലായോ? We got politicians running races on corporate cash. Now don't tell me they don't turn around and kiss them people's ass. You may call me old-fashioned, but that don't fit my picture of a true democracy, and it feels like I'm living in the wasteland of the free. See, and it feels like I'm living in the wasteland of the free എന്ന് പറയുന്ന ലൈന് നമുക്ക് പോയത്തിൻ്റെ പല ഭാഗത്തും നമുക്ക് റിപ്പീറ്റ് ചെയ്ത് കാണാം. അങ്ങനെയുള്ള ലൈൻസിനെ നമ്മൾ റിഫ്രെയിൻ എന്ന് പറയും കേട്ടോ, REFRAIN കേട്ടോ, റിപ്പീറ്റ് ചെയ്ത് വരുന്ന ലൈനിന്. അപ്പം എന്താ പറയുന്നത്? നമുക്ക് ഒരുപാട് പൊളിറ്റീഷ്യൻസ് ഉണ്ട്. they are also obsessed with money. അവരും പൈസയുടെ പുറകിലാണ്. അവരെന്താണ്? ഈ കോർപ്പറേറ്റുകളുടെ പുറകിലാണ്. ഓക്കെ, അവരെ പ്ലീസ് ചെയ്തുകൊണ്ടാണ് അവർ ജീവിക്കുന്നത്. നമ്മൾ പറയില്ലേ, ഷൂ നക്കി ജീവിക്കുക എന്നൊക്കെ പറയില്ല, ആ ഒരു യൂസേജ് പോലത്തെ യൂസേജ് ആണ് ഇവിടെ പറയുന്നത്. യു മേ കോൾ മീ ഓൾഡ് ഫാഷൻ. നിങ്ങൾക്ക് തന്നെ ഞാൻ ഓൾഡ് ഫാഷൻ ആണെന്നോ എന്ത് വേണേലും പറഞ്ഞോളൂ, കുഴപ്പമില്ല. പക്ഷെ ഇതൊന്നും അല്ല എൻ്റെ ഒരു കോൺസെപ്റ്റിൽ. ട്രൂ ഡെമോക്രസി എന്ന് പറയുന്നത് എന്താണ്? ആര് തെറ്റ് ചെയ്തു കഴിഞ്ഞാലും അവരെ ശിക്ഷിക്കുക, അല്ലെങ്കിൽ അവരെ കറക്റ്റ് ചെയ്യുക.
അല്ലാതെ കണ്ട് ഈ പൊളിറ്റീഷ്യൻസിന് ഒക്കെ ഇങ്ങനെ വലിയ വലിയ ആളുകളൊക്കെ പ്ലീസ് ചെയ്ത് നടക്കുന്ന അതല്ല ട്രൂ ഡെമോക്രസി. എല്ലാവർക്കും ഒരേപോലെ നിയമങ്ങൾ, ഒരേപോലെ പ്രിവിലേജസ് കിട്ടുന്ന ഒരു രാജ്യം, അതാണ് ട്രൂ ഡെമോക്രാറ്റിക് കൺട്രി എന്ന് പറയുന്നത്. ഇതിപ്പോ ഒരു മാതിരി ഇറ്റ് ഫീൽസ് ലൈക്ക് ഐ എം ഫീലിംഗ് ഇൻ ദ വേസ്റ്റ് ലാൻഡ് ഓഫ് ദ ഫ്രീ. We got CEOs making 200 times the workers' pay, and they will fight like hell against raising the minimum wage. And if you don't like it, mister, they will ship your job to some third world country across the sea, and it feels like I'm living in the wasteland of the free. Last line repeated ആണ് കേട്ടോ. അപ്പോൾ എന്താ പറയുന്നത്, സാധാരണ ഒരു വർക്കർ ഉണ്ടാക്കുന്നതിൻ്റെ 200 ടൈംസ് ആണ് ഇവിടെയുള്ള സിഇഒസ് എന്ന് വെച്ചാൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് അല്ലേ, അതായത് തലപ്പത്തുള്ള ആളുകൾ അവരുണ്ടാക്കുന്നത് പൈസ അത്രയും ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഈ വർക്കേഴ്സിന്റെ വേജ്, മിനിമം വേജ് ഒരു സ്ലൈറ്റ് ആയിട്ടൊന്ന് ഇൻക്രീസ് ചെയ്യാമെന്ന് കണ്ടാലോ ഇവരങ്ങോട്ട് ഫുൾ ഫൈറ്റ് ചെയ്യും അല്ലേ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറയും അല്ലേ. And if you don't like it, mister, they will ship your job to some third world country across the sea. അല്ലേ, ഇനി നിങ്ങൾ ഇതൊന്നും യോജിച്ചു പോയില്ല, നിങ്ങളിപ്പോൾ കൂടുതൽ പൈസയ്ക്ക് വേണ്ടി ഡിമാൻഡ് ചെയ്തു, ഈ സിഇഒസിന്റെ പ്രിൻസിപ്പളായിട്ട് യോജിച്ചില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളവർ നാട് കടത്തും, വേറെ ഏതെങ്കിലും തേർഡ് വേൾഡ് കൺട്രിയിലേക്ക് നാട് കടത്തും. ഇപ്പോൾ അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ അങ്ങനെയുള്ള കൺട്രീസിലൊക്കെ ജീവിച്ചിട്ടുള്ള ആളുകൾക്ക് തേർഡ് വേൾഡ് കൺട്രീസിൽ പോയി ജീവിക്കുക എന്ന് പറയുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. അപ്പോൾ അത് എന്താ പറയുക, ഒരു പണിഷ്മെന്റ് പോലെയാണ് അങ്ങനെ നാട് കടത്തും എന്ന് പറയുന്നത്. And it feels like I'm living in the wasteland of the free. Living in the wasteland of the free, where the poor have now become the enemy. Let's blame our troubles on the weak one. Sounds like some kind of Hitler remedy. Living in the wasteland of the free. അല്ലേ, അപ്പോൾ എന്താണ് നമ്മൾ ജീവിക്കുന്നത്, ലിബർട്ടി ഉണ്ട് എന്നൊക്കെ പറയപ്പെടുന്ന ഒരു വേസ്റ്റ് ലാൻഡിലാണ്. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ എനിമി ആരാണ്? പാവപ്പെട്ട ആളുകളാണ്. ലെറ്റ്സ് ബ്ലെയിം അവർ ട്രബിൾസ് ഓൺ ദ വീക്ക് വൺസ്. അല്ലേ, സാധാരണക്കാരെ ബ്ലെയിം ചെയ്യാനും ഒരു പവർ ഇല്ലാത്ത, പൈസ ഇല്ലാത്ത, ഒരു അധികാരമില്ലാത്ത ആളുകളെയൊക്കെ ബ്ലെയിം ചെയ്യുക, അവർ ക്രിട്ടിസൈസ് ചെയ്യുക, ഇറ്റ്സ് വെരി ഈസി അല്ലേ. ഇറ്റ് സൗണ്ട്സ് ലൈക്ക് സം കൈൻഡ് ഓഫ് ഹിറ്റ്ലർ റെമഡി അല്ലേ. അതായത് പണ്ട് ഈ വേൾഡ് വാർ ഒക്കെ സ്റ്റാർട്ട് ചെയ്തത് ഹിറ്റ്ലർ കാരണമാണ്. പക്ഷെ അദ്ദേഹം ആളെന്ത് ചെയ്തു? ആള് ചെയ്തത് ജൂതന്മാര് കാരണമാണ് ഈ യുദ്ധമൊക്കെ സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞുണ്ടാക്കി. അതായത് അവർ വളരെ വൾണറബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ നിൽക്കുന്ന ആളുകളായിരുന്നു. നമുക്കറിയാം, അവർക്കൊരു പ്രോപ്പറായിട്ട് രാജ്യം ഉണ്ടായിരുന്നില്ല, അവരിങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത് ഇങ്ങനെ നടക്കുന്ന ഒരു സമയമായിരുന്നു അല്ലേ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു പ്രോപ്പറായിട്ടൊരു ഇവനൊരു ഐഡന്റിറ്റി ക്രൈസിസിലൂടെയും അല്ലേ അങ്ങനെയൊക്കെ പോകുന്നൊരു സമയമാണ്. അപ്പോൾ ദേ വർ വൾണറബിൾ അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ കുറ്റം പറയാൻ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ അതാണ് ഇവിടെ ഹിറ്റ്ലർ റെമഡി എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ഹിറ്റ്ലർ ആണ് യുദ്ധം തുടങ്ങി വെച്ചത് വെച്ചാലും ആളെന്ത് ചെയ്തു? ജൂതന്മാരെ കുറ്റം പറഞ്ഞു അല്ലേ. ഹി പുട്ട് ദ ബ്ലെയിം ഓൺ ദ ജ്യൂസ്. അപ്പോൾ അത് ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്, വൾണറബിൾ ആയിട്ടുള്ള ആളുകളുടെ മേലെ എന്ത് കുറ്റം ആരോപിക്കുക എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു മെത്തേഡാണ് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് നമ്മുടെ ശത്രു എന്ന് പറയുന്ന ആരാണ്? പുവർ ആയിട്ടുള്ള ആളുകളാണ് അല്ലേ. കാരണം നമുക്ക് ആരെ പ്ലേസ് ചെയ്യണം? കോർപ്പറേറ്റുകളൊക്കെ നമുക്ക് പ്ലേസ് ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ സാധാരണ വ്യക്തികളെ നമുക്ക് കുറ്റമൊക്കെ പറയാം, അവരൊക്കെ നമുക്ക് എല്ലാ കുറ്റങ്ങളും നമുക്ക് അവരുടെ തലക്കിടാം. ഇറ്റ് സൗണ്ട്സ് ലൈക്ക് സം കൈൻഡ് ഓഫ് ഹിറ്റ്ലർ റെമഡി. ഇതാണ് ഹിറ്റ്ലർ റെമഡി എന്ന് ഉദ്ദേശിക്കുന്നത്. We live in the wasteland of the free. We got little kids with guns fighting inner city wars. So what do? We put these little kids behind prison doors and we call ourselves the advanced civilization. That sounds like crap to me and it feels like I'm living in the wasteland of the free. അല്ലേ, നമുക്ക് നമ്മുടെ ഇവിടുത്തെ ചെറിയ കുട്ടികൾ പോലും തോക്കും എടുത്ത് ഫൈറ്റ് ചെയ്യാനായിട്ട് ഇറങ്ങുകയാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണോ? ഇവരെ ജയിലിൽ പിടിച്ച് അടച്ചിടാണ്. എന്നിട്ട് നമ്മളെ തന്നെ എന്താ പറയുന്നത്? നമ്മൾ ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിവിലൈസേഷൻ ആയിട്ടുള്ള ആളുകളാണെന്ന് അല്ലേ. നോ, ഐറിസ് ഡിമൻഡ് is saying that we are savages അല്ലേ. നമ്മൾ സാവേജസ് ആണ്. ഈ ചെറിയ കുട്ടികളൊക്കെ പിടിച്ച് അവർ യുദ്ധത്തിന് ഇറങ്ങുന്നു, എന്നിട്ട് അതിൻ്റെ പേരിൽ നമ്മൾ അവരെ പിടിച്ച് എന്താ പറയുക ജയിലിലടയ്ക്കുന്നു. ഇതൊക്കെ എന്താണ്? ഇതൊന്നും അഡ്വാൻസ്ഡ് സിവിലൈസേഷൻസ് അല്ല. ദാറ്റ് സൗണ്ട്സ് ലൈക്ക് ക്രാപ്പ് ടു മീ. ഇതൊന്നും എനിക്കതൊന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ദേഷ്യം വരണം അല്ലേ. And it feels like I'm living in the wasteland of the free. We got high school kids running around in Calvin Klein and Gus who cannot pass the 6th grade reading test. But if you ask them, they can tell you the name of every crotch on MTV, and it feels like I'm living in the wasteland of the free. അവിടെ എന്താ പറയുന്നത്? കാൽവിൻ ക്ലെയിൻ ഗസ് എന്നൊക്കെ പറയുന്നത്
അമേരിക്കൻ ഫാഷനബിൾ ബ്രാൻഡ്സ് ആണ്. അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ഹൈസ്കൂൾ കുട്ടികളൊക്കെ എന്താണ്, ഫാഷൻ്റെ കാര്യത്തിൽ അപ് ടു ഡേറ്റ് ആണ്, ഭയങ്കര ട്രെൻഡി ആണ്. അവരോട് എന്ത്, ബട്ട് ഇഫ് യു ആസ്ക് ദം ദേ ക്യാൻ ടെൽ യു ദ നെയിം ഓഫ് എവറി ക്രോച്ച് ഓൺ MTVയുടെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തൊരു മൈന്യൂട്ട് കാര്യം ചോദിച്ചാലും അവർക്കത് പറയാൻ കിട്ടും. ബട്ട് ദേ കനോട്ട് ഈവൻ പാസ് എ 6th grade റീഡിംഗ് ടെസ്റ്റ്. പക്ഷെ വെറും ഒരു 6th grade റീഡിംഗ് ടെസ്റ്റ് പാസ്സാവാൻ ഉള്ള യോഗ്യത അവർക്കില്ല. This stanza shows the poor educational standards in America. Okay, and it feels like I'm living in the wasteland of the free. We kill for oil, then we throw a party when we win. Some guy refuses to fight and we call that the sin. But he is standing up for what he believes in, and that seems pretty damned American to me. And it feels like I'm living in the wasteland of the free. ഇത് ആക്ച്വലി ഞാൻ പറഞ്ഞു പോമല്ല, സോങ് ആണ്. ഞാൻ വായിക്കുന്നത് വളരെ പോയം പോലെയാണ് കേട്ടോ, പോം വായിക്കുന്ന പോലെയാണ് ഞാൻ വായിക്കുന്നത്. അപ്പോൾ പ്ലീസ് പാർഡൺ മീ ഫോർ ദാറ്റ്. എന്താ പറയുന്നത്, നമ്മൾ ഓയിലിന് വേണ്ടി കൊല്ലുന്നു അല്ലേ. നമുക്കറിയാം ഇപ്പം അമേരിക്ക ഇപ്പോൾ റീസൺലി വെനൻസുല അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ഒക്കെ ഓയിൽ അസറ്റ് ഉള്ള രാജ്യങ്ങളെ അമേരിക്ക അറ്റാക്ക് ചെയ്യാറുണ്ട് അല്ലേ, നമുക്കറിയാം അത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ആ യുദ്ധം ജയിക്കുമ്പോൾ ദേ ആർ വെരി പവർഫുൾ അല്ലേ. അതിപ്പോൾ പൊളിറ്റിക്കലി ആയാലും മിലിറ്ററി ഇത് നോക്കുകയാണെങ്കിലും മോണിറ്ററി എക്കണോമിക്കലി അല്ലേ ഒക്കെ ആണെങ്കിലും അമേരിക്ക ഈസ് എ പവർഫുൾ നേഷൻ. അപ്പോൾ ഇവർ ഈസിലി ജയിക്കും. ചെറിയ ചെറിയ രാജ്യങ്ങളൊക്കെ ആയിട്ട് യുദ്ധം ചെയ്യുമ്പോൾ ഈസിലി അവർ ജയിക്കും. ആൻഡ് വി ത്രൂ എ പാർട്ടി വെൻ വി വിൻ അല്ലേ. നമ്മൾ ജയിക്കുമ്പോൾ എന്നിട്ട് വലിയ പാർട്ടിയൊക്കെ നമ്മൾ നടത്തും. സം ഗായ് റെഫ്യൂസസ് ടു ഫൈറ്റ് ആൻഡ് വി കോൾ ദാറ്റ് ദ സിൻ അല്ലേ. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരാൾ ഈ യുദ്ധത്തിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്ന് ഏതെങ്കിലും ഒരു അമേരിക്കത്തെ ഒരാൾ പറഞ്ഞ എന്തായി, നമ്മളത് പാപമായിട്ടാണ് കണക്കാക്കുന്നത് അല്ലേ. വി കോൾ ദാറ്റ് ദ സിൻ അല്ലേ. ബട്ട് ഹി ഈസ് സ്റ്റാൻഡിങ് അപ്പ് ഫോർ വാട്ട് ഹി ബിലീവ്സ് ഇൻ അല്ലേ. പക്ഷെ അയാളുടെ വിശ്വാസത്തിലാണ് അയാൾ നിലകൊള്ളുന്നത് അല്ലേ. ആൻഡ് ദാറ്റ് സീംസ് പ്രെറ്റി ഡാംഡ് അമേരിക്കൻ ടു മീ അല്ലേ. അതാണ് അമേരിക്കൻ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് അല്ലേ. എന്താണ് നമുക്ക്, ഞാൻ നേരത്തെ ഈ സോങ് തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, അമേരിക്ക എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്താണ് ലിബർട്ടി അല്ലേ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനുള്ള ഒരു അവസരം, അതൊക്കെയാണ് ശരിക്കും അല്ലേ, എന്നൊക്കെയാണ് കോൺസെപ്റ്റ്. പക്ഷെ ഒരാൾക്ക് യുദ്ധത്തിൽ പങ്കെടുക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ വിട്ടു നിന്ന് കഴിഞ്ഞാൽ അത് പാപമായിട്ട് കണക്കാക്കുന്നു. അത് എങ്ങനെയാണ് അങ്ങനെ കണക്കാക്കാൻ പറ്റുക? ദാറ്റ്സ് ഹിസ് ചോയ്സ് അല്ലേ, ദാറ്റ്സ് അപ് ടു ഹിം. പക്ഷെ നമ്മൾ അതിനെ എന്താ തെറ്റായിട്ടാണ് കാണുന്നത്. പക്ഷെ ഒരാൾ അയാളുടെ വിശ്വാസത്തിൽ അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ ദാറ്റ് ഈസ് വാട്ട് അമേരിക്കൻ ടു മീ. എന്നെ സംബന്ധിച്ച് അതാണ് അമേരിക്കൻ എന്ന് പറയുന്നത് അല്ലേ. ആൻഡ് ഇറ്റ് ഫീൽസ് ലൈക്ക് ഐ എം ലിവിങ് ഇൻ ദ വേസ്റ്റ്ലാൻഡ് ഓഫ് ദ ഫ്രീ. Living in the wasteland of the free, where the poor have now become the enemy. Let's blame our troubles on the weak ones. Sounds like some kind of Hitler remedy. Living in the wasteland of the free. ഇത് നമ്മൾ നേരത്തെ വായിച്ച അതേ സ്റ്റാൻസ് ആണ്, റിപ്പീറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ അത് എക്സ്പ്ലനേഷൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. While we sit gloating in our greatness, justice is sinking to the bottom of the sea. Living in the wasteland of the free. Living in the wasteland of the free. Living in the wasteland of the free. അല്ലേ. while we sit gloating in our greatness. gloating എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ പ്രവൃത്തിയിൽ അല്ലെങ്കിൽ നമ്മുടെ ആ ഗ്രേറ്റ്നെസ്, അമേരിക്ക ഒരു ഗ്രേറ്റ് കൺട്രി ആണ് എന്നുള്ള ആ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷനിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ജസ്റ്റിസ്, ന്യായം എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ ന്യായം, നീതി എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ എന്താണ്, കടലിന്റെ അടിത്തട്ടിലേക്ക് പോവാണ്, അത് മുങ്ങിപ്പോവാണ് അല്ലെ. അതായത് അതിന് ഒരു റെലവൻസ് ഇല്ലാതായി പോവാണ്. മനസ്സിലായോ? അപ്പോൾ living in the wasteland of the free, living in the wasteland of the free, living in the wasteland of the free. ഈ പോത്തിന്റെ ഈ സോങ്ങിന്റെ ഒരു കോർ എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ ഈ സോങ്ങിലൂടെ അവർ പറയുന്നത് എന്താണ്, അമേരിക്കയിലുള്ള ഇൻഇക്വാലിറ്റീനെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലേ. അതായത് നമ്മൾ ഫ്രീ അല്ലെ, ഫ്രീഡം ആണ് അമേരിക്ക എന്ന് പറയുന്നത്. ഒരു സിനോണിമസ്ലി നമ്മൾ പറയുന്ന, അതായത് ഇപ്പോൾ ഒത്തിരി ന്യൂജൻ ആയിട്ടുള്ള കുട്ടികളൊക്കെ ഒത്തിരി ഫ്രീ ആയിട്ട് അല്ലെ നടക്കണുണ്ട്, നമ്മൾ എന്താ പറയും, അമേരിക്കൻ കൾച്ചർ, വെസ്റ്റേൺ കൾച്ചർ എന്ന് നമ്മൾ പറയും അല്ലേ. അപ്പൊ അമേരിക്ക എന്ന് പറയുന്നത് നമ്മളെപ്പോഴും എന്താണ്, ഫ്രീഡം എന്നുള്ളൊരു വാക്കിന്റെ ഒരു സിനോണിമസ്ലി എന്നൊക്കെ പറയാം അല്ലെ, അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു വാക്ക് ഇതാണ് അല്ലെ, കോൺസെപ്റ്റ് ആണ്. പക്ഷേ അതെന്താണ്, വെറും വേസ്റ്റ്ലാൻഡ് ആണെന്നാണ് പറയുന്നത്. കാരണം എന്താണ്, അവിടെ ഇൻഇക്വാലിറ്റീസ് ഉണ്ട് അല്ലെ, മോണിറ്ററി ബേസിസിൽ റിയൽ ഫ്രീഡം ഇല്ല എന്ന് പറയുന്നുണ്ട്. കാരണം ഒരാൾക്ക് യുദ്ധത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ തോന്നിയാൽ അത് പോലും പറ്റില്ല എന്നുള്ള രാജ്യമാണ് അല്ലെ. അപ്പോൾ അത് റിയൽ ഫ്രീഡം അവിടെ ഇല്ല. പിന്നെ കുട്ടികൾ ഫാഷന്റെ കാര്യത്തിലൊക്കെ അപ്ഡേറ്റ് ആണ്, ബട്ട്
എഡ്യൂക്കേഷന്റെ കാര്യത്തിൽ എന്താണ് അവർ വളരെ ബാക്ക്വേർഡ് ആണ് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാടധികം പോരായ്മകൾ രാജ്യത്തിനുണ്ട്. രാജ്യത്തിലുള്ള ആ ഒരു ഇൻഇക്വാലിറ്റീസ് അല്ലെങ്കിൽ ആ ഒരു എത്രത്തോളം വേസ്റ്റ് ലാൻഡ് ആണ് അമേരിക്ക എന്നാണ് ഐറിസ് ഡിമെന്റ് ഈ സോങ്ങിലൂടെ പറയുന്നത്. Hope you enjoy this session. Thank you. We will meet you very soon.